നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ പഞ്ചായത്തിലെ പ്രളയബാധിതർക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് പഞ്ചായത്ത് മെമ്പർമാർ. ഉമ്മൻചാണ്ടി അനുസ്മരണവും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും സബർമതി ട്രസ്റ്റ് ചെയർമാൻ സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. CISCE കേരള റീജിയണൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. മുളങ്ങന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് മാലിന്യമുക്ത പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന്റെ ഉദ്ഘാടനം MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ പഞ്ചായത്തിലെ പ്രളയബാധിതർക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് പുത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. വെള്ളം കയറിയ വീടുകൾക്കും കൃഷിനാശം സംഭവിച്ച കർഷകർക്കും ധനസഹായം അടിയന്തരമായി അനുവദിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും പീച്ചി ഡാം മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് ഇത്തരം വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്നും സ്ഥലം MLAയും മന്ത്രിയുമായ K. രാജൻ തികഞ്ഞ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചതെന്നും കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ മെമ്പർമാർ പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചു. കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആരുഷ് TA, ജിനോ TC, മിനി റെജി, ഡെയ്സി ജേക്കബ്, മുൻ മണ്ഡലം പ്രസിഡന്റ് O. ശോഭാചന്ദ്രൻ തുടങ്ങിയവരാണ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. നഷ്ടപ്പെട്ട സ്ഥലമാണ് ഇവിടെ. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു സഹായവും ആ കുടുംബത്തിന് കിട്ടിയിട്ടില്ല. പ്രളയത്തിന് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. അത് തന്നെയല്ല, ഇതൊരു പ്രളയമായിട്ട് ഇതുവരെ ദുരന്തമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കണം. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് പ്രളയമായിട്ട് ഇത് പ്രഖ്യാപിക്കാൻ വേണ്ട സത്വര നടപടികൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. വലിയ നഷ്ടങ്ങളും ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കൃഷി മൊത്തം നശിച്ചുപോയി. അതുപോലെ ഉണ്ടായ വീടുകൾക്കും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉപജീവനമാർഗമായ എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഇത് ഉണ്ടായത് മെയിനായിട്ട് ഉണ്ടായത് നമ്മുടെ ഡാം അതോറിറ്റിയുടെ പ്രത്യേകിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടാണ്. അശാസ്ത്രീയമായിട്ടുള്ള വെള്ളം മുഴുവൻ നമ്മുടെ 2018 പ്രളയത്തേക്കാൾ കൂടുതൽ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ഈ ദുരന്തങ്ങൾ മനഃപൂർവ്വം മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയ ദുരന്തമാണ് ഈ ദുരന്തം. അതിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷിച്ച് ശത്രു നടപടി സ്വീകരിക്കണമെന്നും പ്രത്യേകിച്ച് അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കാം. ഉമ്മൻചാണ്ടി അനുസ്മരണവും സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് കോവിലകത്തുംപാടം നഗറിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് കമ്മിറ്റി അംഗം MU മുത്തു അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ എൻസൺ ആന്റണി, രാജു ചുങ്ക്രാത്ത്, രമേശ് കൃഷ്ണൻ, അജന്തകുമാർ, ജോസ് ആലപ്പാട്, ഡേവിസ് കുര്യൻ, ജീൻ ജോസഫ്, രാധാകൃഷ്ണൻ, ജോജു തെക്കത്ത്, രാമപ്രസാദ്, ജോയ് KG, അനീഷ് രവി, ലതിക രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. CISCE കേരള റീജിയണൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സ്കൂൾ റെക്ടറും മാനേജറുമായ ഫാദർ തോമസ് കൂനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ ചക്കിമംഗലത്ത്, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബിന്നി മാനുവൽ, CISCE കേരള റീജിയണൽ സ്പോർട്സ് കോർഡിനേറ്റർ ഷാജു MT, PTA പ്രസിഡന്റ് ആൻഡോ ചിറമേൽ, സ്കൂൾ കോർഡിനേറ്റർ രേണു തോമസ്, കായിക അധ്യാപകരായ ജെയിൻ റോയ്, ജിൻസി, സ്പോർട്സ് ക്യാപ്റ്റൻ ശ്രീശാന്ത് M, CISCE കേരള റീജിയണൽ സ്പോർട്സ് നിരീക്ഷകൻ സതീഷ് പിള്ളൈ തുടങ്ങിയവർ സംസാരിച്ചു.
ഓഗസ്റ്റ് 5-6 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾക്ക് അനുസൃതമായാണ് മത്സരങ്ങൾ നടത്തുന്നത്. കേരള ബാസ്കറ്റ്ബോൾ സെലക്ഷൻ കമ്മിറ്റി അംഗവും അസോസിയേഷൻ ചെയർമാനുമായ PC ആന്റണിയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘമാണ് അതിനിർണായകമായ മത്സരങ്ങളെ നിയന്ത്രിക്കുന്നത്. Remembering the children, especially those who have lost their lives or are still missing in the Wayanad landslide. It's very important that we have that solicitude, that we are with them, though we are in this joyful mood. There are many children, their families and others who are not so. Please let us remember them as we enjoy our days and our time. On this occasion, I reiterate sentiments of welcome to this campus. Please feel at home. Don Bosco campus is home, especially for children and young people. So please feel most welcome, feel at home, feel safe, feel secure and feel happy in our campus. This is home to each of you. Don Bosco Manudi is part of an international Don Bosco network. Some of you or several of you will know Don Bosco network is present in over 134 countries, in over 2,000 centers. This dedication on behalf of children and young people was initiated by Don Bosco, Saint John Bosco, a Roman Catholic priest in the year 1859. In this campus, റോഡ് സൈഡിലെ ഉപയോഗശൂന്യമായ കിണർ വഴിയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഏഴാങ്കല്ലെ സ്നേഹാശ്രമം റോഡിലാണ് ഈ അപകട കിണർ. പുത്തൂർ പഞ്ചായത്തിലെ 4-5 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏഴാങ്കല്ലെ സ്നേഹാശ്രമം റോഡിലാണ് അപകട കിണർ യാത്രക്കാർക്ക് ദുരിതമാവുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ ഉപയോഗശൂന്യമായ വർഷങ്ങൾ പഴക്കമുള്ള കിണറാണ് വഴിയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. റോഡിനോട് ചേർന്ന ആഴമുള്ള കിണറിന്റെ വശങ്ങൾ ഇടിഞ്ഞാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. സ്ഥലപരിചയമില്ലാത്തവർ ഇതുവഴി വന്നാൽ കിണറിൽ വീഴുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഇതുവഴി വന്ന സ്കൂട്ടർ യാത്രക്കാരി ഇവിടെ വീണെങ്കിലും കിണറിന് സമീപത്തെ പുൽക്കാടുകളിൽ തങ്ങി നിന്നതിനാൽ അപകടം സംഭവിക്കാതെ രക്ഷപ്പെട്ടു. ആ സമയം അതുവഴി വന്ന മറ്റൊരു ബൈക്ക് യാത്രക്കാരനാണ് സ്ത്രീയെ രക്ഷപ്പെടുത്തിയത്. കിണറിൻ്റെ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ ചേരുകുഴിക്ക് പോകാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു പെൺകുട്ടിയെ സ്കൂട്ടിയിൽ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഇത് കണ്ടതായിട്ട് ഒരു ഭാവമില്ല. ഞാനത് പറഞ്ഞു സ്റ്റോപ്പ് നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് കാണുന്നത്. അത് പെട്ടെന്ന് ബ്രേക്ക് ആയിട്ട് ഇതാ ആ കമ്പിലേക്ക് വണ്ടി അടക്കം മറിഞ്ഞു പോയി. ഞാൻ പറഞ്ഞാൽ അവിടുന്ന് വണ്ടി നിർത്തിയിട്ട് ഓടി ഇവിടെ വന്നിട്ട് അതിനെ വലിച്ച് എടുത്ത് വണ്ടിയൊക്കെ താങ്ങി. പിന്നെ അത് അങ്ങോട്ട് പോകേണ്ടത് അങ്ങോട്ട് പോയില്ല, തിരിച്ച് റിട്ടേൺ പോയി. ഞാൻ പറഞ്ഞ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ ഭാര്യേനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു കാർഡ് വെട്ടുന്നതാക്കിയായിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ട് മെമ്പർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കും അയച്ചു കൊടുത്തില്ല. മെമ്പർ ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ ഇന്നലെ മെമ്പർ ഇവിടെ വന്നപ്പോഴാണ് മെമ്പർ പറയുന്നത് ഇത് നേരത്തെ അപേക്ഷയൊക്കെ പോയിട്ടുള്ളതാണ്, ഇത് ഓർഡറായി കിടക്കുന്നതാണ്, 15 ലക്ഷം രൂപ പാസ്സായിട്ടുള്ളതാണ്. പക്ഷേ എന്ത് പാസ്സായാലും ഈ വഴി ശരിയായാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു കമ്പിവേലിയെങ്കിലും ഇട്ട് റോഡ് സുരക്ഷിതമാക്കണം. ഇത്തരത്തിൽ നിരവധി പേരാണ് ഇവിടെ വീണ് പരിക്ക് പറ്റുന്നത്. ഇനി ആരെങ്കിലും കിണറിൽ വീണ് മരിച്ചാൽ മാത്രമാണോ പഞ്ചായത്ത് അധികൃതർ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുക എന്നാണ് നാട്ടുകാരും ചോദിക്കുന്നത്. വർഷങ്ങളായി കിണർ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്താൻ തുടങ്ങിയിട്ട് ഇതുവരെയും ഒരു നടപടിയും ആരും എടുത്തില്ലെന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ
ആവശ്യമായ തുക പഞ്ചായത്ത് അനുവദിച്ച് ടെൻഡർ നടപടിയും നടത്തി. എന്നാൽ പിന്നീടൊരു വിവരവും ഉണ്ടായില്ലെന്നും മുൻ വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു. ബന്ധപ്പെട്ട് ഇവിടെ ഇടിഞ്ഞപ്പോൾ അഞ്ചാം വാർഡിൻ്റെ ഈ സൈഡും നാലാം വാർഡിൻ്റെ സൈഡും ഇടിഞ്ഞപ്പോൾ അന്ന് ബന്ധപ്പെട്ട അധികാരികളോട് വന്നതാണ്. അന്ന് നമ്മുടെ തഹസിൽദാർ വന്നു, ഡെപ്യൂട്ടി കളക്ടർ വന്നു, പഞ്ചായത്തിൻ്റെ AE വന്നു, പഞ്ചായത്ത് സെക്രട്ടറി വന്നു. ഇവരൊക്കെ വന്നിട്ട് എത്രയും പെട്ടെന്ന് എസ്റ്റിമേറ്റ് എടുത്ത് ഇത് പഞ്ചായത്തിലേക്ക് കൊടുത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് മറ്റേ ഫണ്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് അന്ന് പോയായിരുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാം. അത് ഇവിടുന്ന് ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള കമ്മിറ്റി എടുത്ത് കമ്മിറ്റി രൂപം കൊടുത്തതാണ്. ഇതുവരെയായിട്ട് കണക്കില്ല. ഇപ്പോൾ 2 വർഷക്കാലം കഴിഞ്ഞു. ഇപ്പോൾ 11 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്ത് മെമ്പർമാരായ മിനിക്കും ജിനോനും വെച്ചിട്ടുണ്ട്, പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു ടെൻഡർ നടപടി പൂർത്തീകരിച്ചെന്ന് പറയുന്നുണ്ട്. ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്നല്ലാണ്ട് പണി ഇതുവരെയായിട്ടും നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയുള്ള സംവിധാനം പഞ്ചായത്തിൻ്റെ അധികാരികൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മുൻ മെമ്പർ നിലയിൽ ഇതിന് വേണ്ടി കുറേ നമ്മൾ ഓടിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇവിടുത്തെ നിരന്തരം ജനങ്ങളുടെ ആവശ്യമാണ് ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട 3 പഞ്ചായത്തിൽ വരുന്ന റോഡാണ്. ഒന്ന് പുത്തൂർ പഞ്ചായത്ത്, നടത്തറ പഞ്ചായത്ത്, പാണഞ്ചേരി പഞ്ചായത്ത്. ആയിരക്കണക്കിന് ആളുകൾ ഈ വഴി കൂടെ സഞ്ചരിക്കുന്ന റോഡാണിത്. ഇതിപ്പോൾ നിലവിലൊരു ആശ്രമമുണ്ട്, ഇവിടെ സ്നേഹാശ്രമം വഴിയുണ്ട്. അവിടെ ആളുകൾക്ക് പോകാൻ വയ്യ. അപ്പോൾ അവിടെ നിന്നും റോഡുകൾ തകർന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ 11 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ റോഡിനുള്ള 5-6 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഈ 5-6 ലക്ഷം കൂടി ഇവിടെ ഒന്നാവില്ല. അടിയന്തരമായിട്ട് ബാക്കിയുള്ള ഫണ്ടും കൂടി തന്ന് ഇത് സഞ്ചാരിയോഗമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പഞ്ചായത്ത് ഭാഗത്ത് ഉണ്ടാവണം. ഉപയോഗശൂന്യമായ കിണറിൽ ഇപ്പോൾ നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയാണ്. കിണർ അപകടാവസ്ഥ ആയതോടെ ഇതുവഴി ആകെ ഉണ്ടായിരുന്ന ഒരു ബസ് സർവീസും നിർത്തി. നിരവധി സ്വകാര്യ വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന ഈ റോഡിലെ അപകടാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും നാട്ടുകാർ അറിയിച്ചു. എല്ലാ റോഡുകളിലും സ്ഥിതി ഇത് തന്നെയാണ്. ഇത് മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നതാണ്. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് എന്താ സംഭവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിലാരെങ്കിലും വീണൊരു അപകടം, ഒരു മരണം ഉണ്ടായി കഴിയുമ്പോഴാണ് സർക്കാരിൻ്റെ കണ്ണ് തുറക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഓടിയെത്തും ഇവിടേക്ക് അത് ചെയ്യാമെന്ന് പറയും. പക്ഷേ അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ വലിയ ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് റവന്യൂ മന്ത്രിയുടെ നിയോജകമണ്ഡലമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പാനൽ ഒരു വര വേണ്ടു ഇത് പരിഹരിക്കാൻ. അതിന് അദ്ദേഹം ഇടപെടണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ?
മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതി പ്രകാരം പുത്തൂർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. 8-9 ക്ലാസുകളിൽ പഠിക്കുന്ന 231 കുട്ടികൾക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതവും ആവശ്യമായ മരുന്ന്, കോഴിത്തീറ്റ എന്നിവയാണ് സൗജന്യമായി വിതരണം ചെയ്തത്. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ മരകതം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, PTA പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, SMC ചെയർമാൻ സന്തോഷ് പുഴക്കടവിൽ, ഹെഡ്മിസ്റ്റേഴ്സ് ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായി മികച്ച രീതിയിൽ വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കും കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൗരന്മാർക്കും സംസ്ഥാന തലത്തിൽ വയോസേവന അവാർഡ് 2024 നൽകുന്നു. വയോജന മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന NGO, മികച്ച ഗവൺമെന്റ് വൃദ്ധസദനം, മികച്ച കായിക താരം, കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനം, ആജീവാനന്ദ ബഹുമതി, വയോജന മേഖല എന്നിവയാണ് പുരസ്കാരങ്ങൾ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ഓഗസ്റ്റ് 12-നകം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, ചെമ്പൂക്കാവ്, തൃശൂർ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ 0423211702 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സാമ്പത്തിക തട്ടിപ്പ് പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവുമായ സുന്ദർ മേനോൻ അറസ്റ്റിൽ. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകി 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തിരിമറി പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റുമായ TS സുന്ദരൻ മേനോനെ അറസ്റ്റ് ചെയ്തു. 18 നിക്ഷേപകരാണ് ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തു വന്നത്. ഇന്ന് രാവിലെ സുന്ദർ മേനോനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. ഹിവാൻസ് ഫിനാൻസ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ സുന്ദർ മേനോൻ ചെയർമാനാണ്. കോൺഗ്രസ് നേതാവായ CS ശ്രീനിവാസാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ഇരുവരുടെയും രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾ വിശ്വാസത്തിലെടുത്താണ് ലക്ഷക്കണക്കിന് രൂപ ഹിവാൻസ് ഫിനാൻസിലും ഹിവാൻസ് നിധി കമ്പനിയിലുമായി നിക്ഷേപിച്ചതെന്ന് നിക്ഷേപകർ പറയുന്നു. എന്നാൽ പിന്നീട് പലിശയോ മുതലോ നിക്ഷേപകർക്ക് നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ല. മാരകരോഗം ബാധിച്ച നിക്ഷേപകർക്ക് പോലും തുക തിരിച്ചു നൽകുവാൻ തയ്യാറായില്ലെന്നാണ് പരാതി. പണം കിട്ടാത്ത നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ജമ്മു ആസ്ഥാനമാക്കിയാണ് കേരളത്തിൽ ഇവർ സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ ഈ സ്ഥാപനത്തിന് ജമ്മുവിൽ ഓഫീസില്ലെന്ന് പിന്നീട് വ്യക്തമായിരുന്നു. കേരളത്തിൽ 4 ബ്രാഞ്ചുകളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. 300ഓളം നിക്ഷേപകർ പല ഘട്ടങ്ങളിലായി സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയിരുന്നു. ഹൈക്കോടതിയിലും ഹർജി സമർപ്പിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാപനം പൂട്ടി. ബഡ്സ് ആക്ട് പ്രകാരം സ്ഥാപനം ജപ്തി ചെയ്യാനും ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് 12 പേരുടെ പരാതിയിൽ സുന്ദർ മേനോനെ സിറ്റി കമ്മീഷണർ ഓഫീസിൽ വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തത്. മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് മാലിന്യമുക്ത പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസാക്കി മാറ്റുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. ആശുപത്രിയുടെ മുൻപിലെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ശുചീകരണ പ്രവൃത്തികൾ നടത്തിക്കൊണ്ട് സേവിയർ ചിറ്റിലപ്പള്ളി MLA ക്യാമ്പസ് ശുചീകരണ വാരാചരണത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി കോളേജ് ആശുപത്രി, നഴ്സിംഗ് ഹോസ്റ്റലുകൾ, വിവിധ വകുപ്പ് ഓഫീസുകൾ ഉൾപ്പെടെ 250 ഏക്കർ സ്ഥലത്തെ ക്യാമ്പസ് ശുചീകരണ വാരമാണ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നത്. നീതി മെഡിക്കൽ സ്റ്റോർ പരിസരം, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പരിസരം, പ്രിൻസിപ്പൽ ഓഫീസ് പരിസരം, വിവിധ ബസ് സ്റ്റോപ്പ് പരിസരം, നെഞ്ചുരോഗ ആശുപത്രി, മെഡിക്കൽ കോളേജ് ഗാർഡൻ, അക്കാദമിക് ബ്ലോക്ക്, ക്യാൻസർ രോഗ സെന്റർ പരിസരം, അത്യാഹിത വിഭാഗത്തിന്റെ മുൻപിലെ കാർ പാർക്കിംഗ്, നഴ്സിംഗ് കോളേജ് നടപ്പാത, അത്യാഹിത വിഭാഗത്തിന്റെ മുൻപിലെ റോഡിലെ നടപ്പാത, കോളേജ് ക്യാമ്പസിലെ ക്ഷേത്രം ഓഡിറ്റോറിയം നടപ്പാത, മെഡിക്കൽ കോളേജ് സൊസൈറ്റി, കംഫർട്ട് സ്റ്റേഷൻ ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലാണ് ശുചീകരണങ്ങൾ നടത്തുക. വിവിധ സർവീസ് സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടന, കോളേജ് യൂണിയൻ, കോളേജ് വിദ്യാർത്ഥി യൂണിയൻ, പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, മാധ്യമ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, SYS സ്വാന്തനം തുടങ്ങിയ സ്ഥാപനങ്ങൾ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവൃത്തികളിൽ ഓരോ ദിവസങ്ങളിൽ അണിചേരും. നഗരസഭാ ചെയർമാൻ PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KB സനൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M രാധിക, കൗൺസിലർ അനൂപ് കിഷോർ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, പ്രസാദ് താണിക്കുടം, PS ജയകുമാർ, തോംസൺ
തലക്കോടൻ, പി ഷാഹിന തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വിഭാഗത്തിലും പെട്ട ബഹുജന സംഘടനകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം 5 ദിവസക്കാലത്തെ പ്രവർത്തനമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ ആ പ്രവർത്തനങ്ങൾ വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിയണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ആശുപത്രിക്കകത്ത് ഉള്ള പ്രവർത്തനങ്ങൾ ബഹുജന സംഘടനാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒന്നല്ല. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗകര്യപ്രദമായ രീതിയിലും സഹായകരമായ രീതിയിലും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ മുൻകൈയും ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം എന്നുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്പാദ്യം നൽകി കുരുന്നുകൾ. വീട്ടിലേക്ക് ടെലിവിഷൻ വാങ്ങാനും ഒരു സൈക്കിൾ വാങ്ങാനുമായി ചേർത്തുവെച്ച നാണയങ്ങളുമായാണ് സഹോദരിമാരായ ശിവനന്ദനയും ശിവന്യയും ജില്ലാ കളക്ടറെ കാണാനെത്തിയത്. രക്ഷിതാക്കളുടെ മൊബൈൽ ഫോണിൽ നിന്ന് വയനാടിലെ പ്രകൃതി ദുരന്തത്തിന്റെ വാർത്തയറിഞ്ഞ ഇരുവരും തങ്ങളുടെ ചെറിയ സമ്പാദ്യം ദുരിതബാധിതർക്കായി സംഭാവന നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. കണിമംഗലം SNGSSലെ 7ാം ക്ലാസ്സുകാരിയാണ് ശിവനന്ദന. കുരിയച്ചിറ സെന്റ് ജോസഫ് സ്കൂളിലെ 1ാം ക്ലാസ്സുകാരിയാണ് ശിവന്യ. ഇരുവരെയും സ്നേഹത്തോടെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. ഏറെ നാളായി ചേർത്തുവെച്ച 3050 രൂപയാണ് സഹായമായി നൽകിയത്. ചിയാരം സ്വദേശികളായ ഇവർ പിതാവ് CS സനീഷിനോടൊപ്പമാണ് കളക്ടറേറ്റിൽ എത്തിയത്. സെന്റ് ജോൺ മരിയ വിയാനിയുടെ തിരുനാളിന്റെ ഭാഗമായി പുത്തൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്നും മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിലേക്ക് പദയാത്ര നടത്തി. ഞായറാഴ്ച വൈകിട്ട് പുത്തൂർ പള്ളിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൻ, പുത്തൂർ ഫൊറോന കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുംകാടൻ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊറോന പരിധിയിലെ വിവിധ ഇടവകയിലെ ഫൊറോന കൗൺസിലർമാർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. 10 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച പദയാത്ര മാന്നാമംഗലം പള്ളിയിൽ സമാപിച്ചു. മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി പള്ളി വികാരി ഫാദർ പ്രിൻസ് നായങ്കര പദയാത്രയെ സ്വീകരിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ സെന്റ് ജോൺ മരിയ വിയാനിയുടെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിനും ലിദീൻ, നൊവേന എന്നീ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഫൊറോനയിലെ വിവിധ ഇടവകയിൽ നിന്നും 1500ഓളം വിശ്വാസികൾ പദയാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു.
വാക്ക് നിങ്ങൾക്ക് നന്ദി പറയുക ദീർഘമായ പ്രസംഗത്തിന്റെ സമയമല്ലെന്ന് എനിക്കറിയാം. ഇതൊരു വലിയ മഹാ അത്ഭുതമാണ്. നമ്മുടെ അതിരൂപതയിലെ ഏക വിയാനി പുണ്യവാന്റെ ഈ ഇടവക ഇന്ന് അതെന്ത് ലക്ഷ്യത്തോടെ ഇവിടെ സ്ഥാപിതമായോ, എന്തുകൊണ്ട് ഇടവകയുടെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ സഭ നമുക്ക് നൽകിയോ അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത പുത്തൂർ കൊറോന വികാരിയച്ഛനും നമ്മുടെ ഈ ഇടവകയുടെ വികാരിയച്ഛനും എൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ടുള്ള എല്ലാ വികാരിയച്ഛന്മാർക്കും സെമിനറി റെക്ടേഴ്സിനും പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും കൈക്കാരന്മാർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ്. നമുക്കറിയാം വിശുദ്ധ ജോൺ മരിയ വിയാനി ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ്. ധാർമ്മികമായും ആത്മീയമായും അധപ്പതിച്ച ആർസ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആ ജനതയുടെ അടുക്കിലേക്ക് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിയാനി പുണ്യവാൻ. ഒരു സമൂഹം അധപ്പതിച്ചിരിക്കുന്നിടത്ത് ഒരു വിശുദ്ധനായ വൈദികൻ കടന്നു വരുമ്പോൾ സംഭവിച്ച മഹാ അത്ഭുതമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയിലൂടെ നാം കണ്ടത്. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ ആശങ്കകളുണ്ട്. നമ്മുടെ ഇടയിലെ ധാർമ്മിക മൂല്യച്യുതിയെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ ആശങ്കകളുണ്ട്. ഈ സമൂഹത്തെക്കുറിച്ച് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ആകുലതകളുണ്ട്. നല്ല വൈദികർ നമുക്ക് വേണം. നമ്മുടെ ദൈവജനത്തിനിടയിൽ കർത്താവിൻ്റെ സാന്നിധ്യമായിട്ട് പുണ്യജീവിതം നയിക്കുന്ന നല്ല വൈദികർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വഴി മുഴുവൻ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പഞ്ചായത്തിലെ പ്രളയബാധിതർക്ക് അടിയന്തിരമായി ധനസഹായം അനുവദിക്കണമെന്ന് പഞ്ചായത്ത് മെമ്പർമാർ. ഉമ്മൻചാണ്ടി അനുസ്മരണവും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും സബർമതി ട്രസ്റ്റ് ചെയർമാൻ സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. CISCE കേരള റീജിയണൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. മുളങ്ങന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് മാലിന്യമുക്ത പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന്റെ ഉദ്ഘാടനം MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.